ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലെ തന്നെ റെയിൽവേ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഓവർസിയർ എക്സാംസിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് റെയിൽവേ എഞ്ചിനീയറിംഗിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ വീഡിയോ സീരീസിലൂടെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ തന്നെ ഹൈവേ എഞ്ചിനീയറിംഗ് കുറച്ച് വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണുക, എന്നിട്ട് റെയിൽവേ എഞ്ചിനീയറിംഗ് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഇൻട്രൊഡക്ഷൻ ആണുള്ളത്, പക്ഷെ തള്ളിക്കളയാൻ പറ്റത്തില്ല ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ റെഡിൽ കാണിച്ചിരിക്കുന്ന 2 ടോപ്പിക്സും തന്നെ കേരള PSC ഓവർസിയർ എക്സാംസിനും AE എക്സാംസിനും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജ് സ്റ്റീഫൻസൺ സക്സീഡഡ് ഇൻ റണ്ണിങ് ദ ഫസ്റ്റ് ട്രെയിൻ ഓഫ് ദ വേൾഡ് ഇൻ 1825. ലോകത്തെ ആദ്യത്തെ ട്രെയിൻ റൺ ചെയ്യാനായിട്ട് മുൻകൈ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ആളുടെ വ്യക്തിയുടെ പേരാണ് ജോർജ് സ്റ്റീഫൻസൺ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക. വർഷം വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഓർത്ത് വെക്കുക. ദെൻ ഫസ്റ്റ്, ഇനി കമ്മിങ് ടു ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ ഓടിയ വർഷം 1853 അല്ലെങ്കിൽ 1853 ബിറ്റ്വീൻ ബോംബെ ആൻഡ് താനെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പണ്ടത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ സ്റ്റിൽ ഓർത്ത് വെക്കുക, ബോംബെക്കും താനയ്ക്കും ഇടയിലാണ് ഇന്ത്യയിലുള്ള ആദ്യത്തെ ട്രെയിൻ ഓടിയത്. ആ സ്ഥലം രണ്ടും ചോദിച്ചിട്ടുണ്ട്, എവിടെയാണ് ഓടിയെന്നുള്ള കാര്യം. ഇനി അടുത്ത കാര്യം, അങ്ങനെ ചോദിച്ചിട്ടില്ല കേരള PSCയിൽ, പക്ഷേ SSC എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേ ഹാസ് 16 സോൺസ്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേക്ക് 16 സോൺസ് ആണുള്ളത്. അപ്പോൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ആദ്യത്തേത്, ലോകത്തെ ആദ്യത്തെ ട്രെയിൻ ആരാണ്? ജോർജ് സ്റ്റീഫൻസൺ ഇൻ 1825, ഇന്ത്യയിൽ ബോംബെ ആൻഡ് താനെ, ആൻഡ് 16 സോൺസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. കമ്മിങ് ടു പെർമനൻറ്റ് വേ. പെർമനൻറ്റ് വേ എന്താണെന്ന് നോക്കാം. ദ കോമ്പിനേഷൻ ഓഫ് റെയിൽസ് fitted on sleepers and resting on ballast and subgrade is called railway track or permanent way. എന്താണ് പെർമനൻറ്റ് വേ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക്? എന്തിൻ്റെയൊക്കെ കോമ്പിനേഷനാണ്? റെയിൽസ് ഉണ്ടാവും. ഈ റെയിൽസ് എവിടെ ഫിറ്റ് ചെയ്ത് വെക്കും? സ്ലീപ്പറിൽ ഫിറ്റ് ചെയ്ത് വെക്കും. വിച്ച് റെസ്റ്റ് ഓൺ, ഇത് രണ്ടും എവിടെ റെസ്റ്റ് ചെയ്യും? ബല്ലാസ്റ്റ്. ആൻഡ് വിച്ച് ഇസ് സപ്പോർട്ടഡ് ഓൺ സബ്ഗ്രേഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ക്രോസ് സെക്ഷൻ ഫിഗർ ഇവിടെ കാണാം. അപ്പോൾ ആ ഫിഗറിനകത്ത് എംബാക്ക്മെൻ്റ് ആണ്. എംബാക്ക്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഗ്രൗണ്ട് ലെവലിൽ നിന്നും റേസ് ചെയ്ത് എംബാക്ക്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഏറ്റവും താഴെ സബ്ഗ്രേഡ് കാണാം, അതിൻ്റെ മുകളിൽ ബല്ലാസ്റ്റ് കാണാം, ആൻഡ് യു ക്യാൻ സീ സ്ലീപ്പേഴ്സ് ആസ് വെൽ ആസ് റെയിൽസ്, അല്ലേ? അപ്പോൾ ഇത്രയും ഈ ഫിഗറിൽ ക്ലിയർ ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർമനൻറ്റ് വേ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് എന്ന് പറയും. റെയിൽവേ ട്രാക്കിൽ ഏതൊക്കെയുണ്ട്? റെയിലുണ്ട്, സ്ലീപ്പറുണ്ട്, ബല്ലാസ്റ്റ് ഉണ്ട്. ഇതെല്ലാം സബ്ഗ്രേഡിലിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് റെയിൽ എന്താണെന്ന് പഠിക്കണം, റെയിലിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് പഠിക്കണം, ഡിഫെക്ട്സ് പഠിക്കണം, പിന്നെ സ്ലീപ്പർ പഠിക്കണം, അതിൻ്റെ പല ടൈപ്പ് പഠിക്കണം, പിന്നെ അതുപോലെ തന്നെ ബല്ലാസ്റ്റിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ പെർമനൻറ്റ് വേ എന്താണെന്ന് മനസ്സിലായല്ലോ. പെർമനൻറ്റ് വേ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കമ്പണൻസ് ആണ്. ഇനി കമ്മിങ് ടു ദ ഫസ്റ്റ് കമ്പണൻറ്റ്. ഏതാണ് ഫസ്റ്റ് കമ്പണൻറ്റ്? റെയിലാണ്, അല്ലേ? അപ്പോൾ റെയിലിനെ കുറിച്ച് നോക്കാം. അപ്പോൾ റെയിൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ റെയിലിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേജ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. റെയിൽ ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റണ്ണിങ് ഫേസസ് ഓഫ് ദ റെയിൽ. റണ്ണിങ് ഫേസസ് ഓഫ് ദ റെയിലിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റെയിൽ ഗേജ് എന്ന് പറയാറ്. അപ്പോൾ റെയിൽ ഗേജസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ അത് ഇത് കൊടുക്കാറുണ്ട്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റണ്ണിങ് ഫേസസ് ഓഫ് ദ റെയിൽ. സാധാരണ നമുക്ക് എന്തെങ്കിലും ഡിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിലേക്ക് പോകാനൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റണ്ണിങ് ഫേസസ് ഓഫ് ദ റെയിലിനെയാണ് നമ്മൾ റെയിൽ ഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇന്നർ സർഫസ് ഡിസ്റ്റൻസ് ഓഫ് ദ റെയിൽ. റെയിലിൻ്റെ ഇന്നർ സർഫസ് ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം? ഗേജ് എന്ന് പറയാം. ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫിഗർ കാണാമല്ലോ. അപ്പോൾ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം 2 റെയിൽസ് ഉണ്ട്. ആ റെയിൽസിൻ്റെ ഇന്നർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റണ്ണിങ് ഫേസസ് ഓഫ് ദ റെയിലിനെയാണ് നമ്മൾ റെയിൽ ഗേജ് എന്ന് പറയുന്നത്. ഇനി റെയിൽ ഗേജിൻ്റെ വാല്യൂസ്. വേൾഡ് സ്റ്റാൻഡേർഡായിട്ട് 1.483 മീറ്റർ ആണ്. അതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ബ്രോഡ് ഗേജ് AE എക്സാംസിനും ഓവർസിയർ എക്സാംസിനും ഒക്കെ ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്രോഡ് ഗേജിൻ്റെ വാല്യൂ 1.676 മീറ്റർ ആണ് ഗേജ് വാല്യൂ. ദെൻ മീറ്റർ ഗേജ് നമുക്ക് പേരിൽ തന്നെ അറിയാം, മീറ്റർ ആയതുകൊണ്ട് തന്നെ 1 മീറ്റർ ആയിരിക്കും.
Then narrow gauge 0.762 meter and feeder gauge 0.610 meter. അപ്പോൾ ഈ ഗേജുകളുടെ വാല്യൂസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ബ്രോഡ് ഗേജ് 1.676 മീറ്റർ ഫാൻസി നമ്പറാണ്. ദെൻ മീറ്റർ ഗേജ് 1 മീറ്ററാണ്. നാരോ ഗേജ് 0.762 മീറ്ററാണ്. ആൻഡ് ഫീഡർ ഗേജ് എന്ന് പറഞ്ഞാൽ 0.610 മീറ്ററാണ്. ആൻഡ് വേൾഡ് സ്റ്റാൻഡേർഡ് 1.483 മീറ്റർ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഗേജ് എന്താണെന്ന് പറഞ്ഞു. ആ ഡെഫിനിഷൻ ഓർത്ത് നോക്കുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റണ്ണിങ് ഫേസസ് ഓഫ് ദ റെയിൽ. അത് ഓപ്ഷനിൽ തപ്പി നോക്കി എഴുതാം. ഇനി അതല്ല ഇന്നർ സർഫസ് ഡിസ്റ്റൻസ് ഓഫ് ദ റെയിൽ എന്ന് പറഞ്ഞാൽ അത് എഴുതിയാലും മതി. ചിലപ്പോൾ ഇത് രണ്ടും കൂടി തരാം ഓപ്ഷനിൽ. അപ്പോൾ അത് നോക്കി സെലക്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ റെയിൽ ഗേജ് എന്താണെന്നും റെയിൽ ഗേജിൻ്റെ പല ഗേജസിൻ്റെ വാല്യൂസും നമ്മൾ പറയും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് റെയിലിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റെയിൽ ഗേജ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റണ്ണിങ് ഫേസസ് ഓഫ് ദ റെയിൽ. ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ള റെയിൽ സെക്ഷൻസ്. ആദ്യത്തെ റെയിൽ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഹെഡഡ് റെയിലാണ്. പേര് തന്നെയുണ്ട്, 2 ഹെഡ്, ഡബിൾ ഹെഡ് അല്ലേ. അതായത് സാധാരണ നമ്മൾ റെയിലിൻ്റെ മുകളത്തെ ഭാഗത്തിന് ഹെഡ് എന്നും താഴത്തെ ഭാഗത്തിന് ഫൂട്ട് എന്നുമാണ് പറയുന്നത്. ആൻഡ് ഇടയ്ക്കുള്ളതിന് വെബ് എന്ന് പറയും സാധാരണ പറയുന്ന പോലെ. ഈ ഹെഡും ഫൂട്ടും ഒരേ സൈസിലുള്ള സെക്ഷൻസിനെയാണ് നമ്മൾ ഡബിൾ ഹെഡഡ് റെയിൽ എന്ന് പറയും. അപ്പോൾ ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഡൈമെൻഷൻസ് ഒന്നും നോക്കണ്ട. 2 ഡൈമെൻഷൻസും സെയിം ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡൈമെൻഷൻ മാർക്ക് ചെയ്ത് ഫിഗർ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിനകത്ത്. എന്താണ് ഡബിൾ ഹെഡഡ് റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡും ഫൂട്ടും ഒരേ സൈസായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി കമ്മിങ് ടു ദ സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബുൾ ഹെഡഡ് റെയിലാണ്. അപ്പോൾ അവിടെ ഹെഡിന് എന്തോ പ്രത്യേകതയുണ്ടല്ലേ. ഹെഡ് എന്ന് പറഞ്ഞാൽ ഫൂട്ടിനേക്കാളും വളരെ വലുതായിരിക്കും. ഓക്കെ, അപ്പം ഹെഡ് വലുതായി കൊടുക്കുന്നതും ആയിട്ടുള്ള സെക്ഷനെയാണ് നമ്മൾ ബുൾ ഹെഡഡ് റെയിൽ എന്ന് പറയും. ഓക്കെ, ഇനി ബുൾ ഹെഡഡ് റെയിൽ എവിടെയൊക്കെ ഉപയോഗിക്കും? അത് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബുൾ ഹെഡഡ് റെയിൽ കേർവ്സിലാണ് യൂസ്ഡ് ഇൻ കേർവ്സ് വേർ ഗേജ് ചേഞ്ച് ഉള്ള കേർവ്സിൽ ഉപയോഗിക്കും. കേർവ്സ് ആകുമ്പോൾ നമുക്ക് ഗേജിനൊരു ചെറിയ ഡിഫറൻസ് ഒക്കെ വരും. അപ്പോൾ കേർവ്സ് വേർ ഗേജ് ചേഞ്ചസ്, അതുപോലെ തന്നെ പോയിൻറ്റ്സ് ആൻഡ് ക്രോസിങ്ങിനും ഉപയോഗിക്കും. അപ്പോൾ ഈ 2 പോയിൻ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഈ ഫിഗർ ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഹെഡ് എന്താണ്, ഫൂട്ട് എന്താണ്, വെബ് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ബുൾ ഹെഡാണ്. ബുൾ ഹെഡിൻ്റെ പ്രത്യേകത എന്താണ്? ഹെഡിൻ്റെ സൈസ് വളരെ കൂടുതലാണ് കമ്പയർഡ് ടു ഫൂട്ട്. ഇനി ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഫ്ലാറ്റ് ബോട്ടം അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിലാണ്. അത് നമ്മൾ ഇനി ഡീൽ ചെയ്യും. അപ്പോൾ ഹെഡ് താഴെ ഫ്ലാറ്റ് ആക്കി ഫിഗർ ഒന്ന് മനസ്സിൽ വെച്ചോളൂ. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്താണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ബുൾ ഹെഡഡ് റെയിലിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ബുൾ ഹെഡഡ് റെയിലിന് ഹെഡ് വലുതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് എപ്പോഴും ബുൾ ഹെഡഡ് റെയിൽ നമ്മൾ ഒരു ചെയർ വെച്ചിട്ട് അതിനകത്ത് കീ കൊടുത്തിട്ടാണ് ഫിക്സ് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന കീ ആണ്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ക്രോസ് സെക്ഷനിൽ കാണാൻ പറ്റും. താഴെ ഹാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്ന പോർഷൻ കണ്ടോ, അതായത് ഒരു ഹൊറിസോണ്ടൽ ചെയർ പോലെ വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് നമ്മൾ ബുൾ ഹെഡഡ് റെയിൽ വെക്കുന്നത്. എന്നിട്ട് ഈ ചെയറിലേക്ക് നമ്മുടെ റെയിൽ ഫിക്സ് ചെയ്യുന്നത് കീസ് വെച്ചിട്ടായിരിക്കും. അപ്പം അതൊന്ന് ഓർത്ത് വെക്കുക. നമ്മൾ ഇത് ചോദിക്കാറുണ്ട്, ചെയറിലേക്ക് ബുൾ ഹെഡഡ് റെയിൽസ് ഫിക്സ് ചെയ്ത് വെക്കാറുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കീസ് എന്നുള്ളതും ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ബുൾ ഹെഡഡ് റെയിൽസ് വേഗം ഹെഡ് വലുതായതുകൊണ്ട് പെട്ടെന്ന് ഡിഫക്ട്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വി ആർ യൂസിങ് ചെയർ ആൻഡ് കീസ്. ഓക്കെ, ഇനി അടുത്തത് ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് അല്ലെങ്കിൽ വിഗ്നോളസ് റെയിൽ എന്ന് പറയും. വിഗ്നോളസ് എന്ന് പറയുന്നത് ആ സയൻറ്റിസ്റ്റാണ്, അത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേര് ആദരസൂചകമായി കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ 2 പേരിലും വരാറുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ ഫൂട്ടിന് എന്തായിരിക്കും? ഫൂട്ട് ഫ്ലാറ്റ് ആയിരിക്കും, ഹെഡ് അതുപോലെ തന്നെ ആയിരിക്കും, ആൻഡ് ഫൂട്ട് വിൽ ബി ഫ്ലാറ്റ്. അതാണ് ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ്. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കീയുടെ ആവശ്യമില്ല. ചെയറിൽ നമുക്ക് കീയുടെ ആവശ്യമില്ല. ഫൂട്ടിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ കീയുടെ ആവശ്യമില്ല, ചെയറിൻ്റെ ആവശ്യവുമില്ല, നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇന്ത്യയിൽ കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. ആൻഡ് റിജിഡിറ്റിയും സ്റ്റിഫ്നെസ്സും കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്തിൻ്റെ? റെയിലിൻ്റെ സ്മൂത്ത് റൈഡിങ് സർഫസ് പ്രൊവൈഡ് ചെയ്യും, ആക്സൽ ലോഡ് ടേക്ക് ചെയ്തിട്ട് ആർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും? താഴെയുള്ള സ്ലീപ്പറിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ലാറ്ററൽ ത്രസ്റ്റ് എടുക്കും.
ഓക്കെ, ഈ ഫങ്ഷൻസ് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് വായിച്ചു വിടുക. ആൻഡ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ഫോർ റെയിൽ എന്താണെന്നുള്ളതാണ്. അത് മാംഗനീസ് സ്റ്റീലാണ്. ഓർത്ത് വെക്കുക, മാംഗനീസ് സ്റ്റീൽ. ഓക്കെ, ഇനി കമ്മിങ് ടു സൈസ് ഓഫ് റെയിൽ. ഓക്കെ, ഇനി റെയിൽ എങ്ങനെയാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. റെയിൽ എപ്പോഴും ഡെസിഗ്നേറ്റ് ചെയ്യപ്പെടുന്നത് വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത് വെച്ചിട്ടാണ്. അതായത് യൂണിറ്റ് ലെങ്ത്തിലുള്ള റെയിലിൻ്റെ വെയിറ്റ് വെച്ചിട്ടാണ് നമ്മൾ സൈസ് ഓഫ് റെയിൽ എന്ന് പറയാം. യൂണിറ്റ് ലെങ്ത്തിൽ ഉള്ള റെയിൽ സെക്ഷൻ്റെ വെയിറ്റ് വെച്ചിട്ടാണ് നമ്മൾ റെയിലിനെ ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇവിടെ ഒരു കാര്യം ഓർക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റെയിലിന് എത്ര ലോഡ്, ആക്സൽ ലോഡ് അല്ലെങ്കിൽ ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 512.06 ടൈംസ് ദ വെയിറ്റ് ഓഫ് ദ റെയിൽ. റെയിലിൻ്റെ വെയിറ്റിൻ്റെ 512.06 ടൈംസ് ലോഡ് റെയിലിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വി ക്യാൻ സേ വെയിറ്റ് ഓഫ് ദ റെയിൽ ഇൻ ടൺസ് ഡിവൈഡഡ് ബൈ ലോക്കോമോട്ടീവ് ആക്സൽ ലോഡ് ഇൻ ടൺസ് ഇസ് ഈക്വൽ ടു 1/512.06. ഓക്കെ, ഈ റിലേഷൻ ഓർത്ത് വെച്ചാലും മതി. അല്ലെങ്കിൽ സിമ്പിളി ഇങ്ങനെ ഓർത്ത് വെക്കുക, വെയിറ്റിൻ്റെ 512.06 ടൈംസ് ലോഡ് റെയിലിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ 512 എന്ന് പറയുന്നത് ചില ബുക്സിൽ 510 എന്നും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, 512.06ഉം 510ഉം. ചിലപ്പോൾ 510 ഓപ്ഷന് തന്നിരുന്നാലും തെറ്റിപ്പോകണ്ട, 510ഉം യു ക്യാൻ പിക്കപ്പ് ദ ആൻസർ. രണ്ടും കൂടി എന്തായാലും തരത്തില്ല. ഓക്കെ, അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും? 512 ടൈംസ് ദ വെയിറ്റ് ഓഫ് ദ റെയിൽ സെക്ഷൻ. അത്രയും ലോഡ് നമ്മുടെ റെയിലിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാം. ആൻഡ് റെയിൽ ഇസ് ഡെസിഗ്നേറ്റഡ് ബൈ ഇറ്റ്സ് വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, ഇനി ലെങ്ത് ഓഫ് ദ റെയിൽ. ഇവിടെ ബ്രോഡ് ഗേജും മീറ്റർ ഗേജുമാണ് കൂടുതൽ ചോദിക്കാറ്. ബ്രോഡ് ഗേജിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12.8 മീറ്ററും മീറ്റർ ഗേജിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 11.89 മീറ്റർ. ഈ 12.8 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 13ഉം മീറ്റർ ഗേജിന് അപ്രോക്സിമേറ്റ്ലി 12ഉം തരാറുണ്ട്. ഓക്കെ, ഇനി കമ്മിങ് ടു കോണിങ് ഓഫ് വീൽസ് ആൻഡ് ടിൽറ്റിംഗ് ഓഫ് റെയിൽ. ഓക്കെ, കോണിങ് ഓഫ് വീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ്റെ വീലിൻ്റെ പ്രത്യേകതയാണ്. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലെ ഫിഗറിൽ കാണാം. ഈ വീലിനെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്ലോപ്പ് ഉണ്ടാകും. ഫ്ലാഞ്ചസിന് മുന്നേ ആയിട്ട് ചെറിയൊരു ഒരു സ്ലോപ്പ് കൊടുക്കാറുണ്ട്. ആ വീലിന് കൊടുക്കുന്ന സ്ലോപ്പിങ്ങിനെയാണ് നമ്മൾ കോണിങ് ഓഫ് വീൽസ് എന്ന് പറയുന്നത്. ഇനി ഈ വീലിനൊരു സ്ലോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ റെയിലിനും ഒരു ചെറിയ സ്ലോപ്പ് കൊടുക്കാറുണ്ട്, അതേ വാല്യൂ തന്നെ. അതിനെയാണ് നമ്മൾ ടിൽറ്റിംഗ് ഓഫ് റെയിൽസ് എന്ന് പറയുന്നത്. ഇനി എത്രയാണ് ആ സ്ലോപ്പ് കൊടുക്കുന്നതെന്ന് നോക്കാം. വീലിനും അതുപോലെ തന്നെ റെയിലിനും കൊടുക്കുന്ന സ്ലോപ്പിൻ്റെ വാല്യൂ 1/20 ആണ്. അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട്. 1/20 ആണ് കോണിങ് ഓഫ് വീൽസ് ആൻഡ് ടിൽറ്റിംഗ് ഓഫ് റെയിൽസിൻ്റെ വാല്യൂ. എന്തിനാണ് ഇത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് കറക്റ്റ് ആ സെൻറ്ററിലൂടെ, അതായത് വീലിൻ്റെ സെൻറ്റർ റെയിലിലൂടെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ലോപ്പ് കൊടുക്കുന്നത്. അപ്പോൾ വീലിന് സ്ലോപ്പ് കൊടുക്കുന്നതിന് നമ്മൾ കോണിങ് ഓഫ് വീൽസ് എന്നും റെയിലിന് സ്ലോപ്പ് കൊടുക്കുന്നതിന് ടിൽറ്റിംഗ് ഓഫ് റെയിൽസ് എന്ന് പറയും. രണ്ടിൻ്റെയും വാല്യൂ എത്ര തന്നെയാണ്? 1/20 തന്നെയാണ്. ഓക്കെ, both have values of 1/20. ഇനി കമ്മിങ് ടു വിയർ ഓഫ് റെയിൽസ്. വിയർ ഓഫ് റെയിൽസ് എന്ന് പറഞ്ഞാൽ ഹെവി ലോഡ് വരുമ്പോൾ ഫ്ലോ ഓഫ് റെയിൽ മെറ്റീരിയൽസ് ഉണ്ടാകുന്ന ഫ്ലോയാണ് പറയുന്നത്. ഡെഫിനിഷൻ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. പെർമിസിബിൾ ലിമിറ്റ് ഓർത്ത് വെക്കുക, 5% ബൈ വെയിറ്റ് ആണ് പെർമിസിബിൾ ലിമിറ്റ് ഓഫ് വിയർ ഇൻ റെയിൽസ്. അത് ഓർക്കുക, 5% ബൈ വെയിറ്റ്. ഓക്കെ, ഇനി അടുത്തത് കൊറുഗേറ്റഡ് ഓർ റോറിംഗ് റെയിൽസ് ആണ്. അതായത് നമുക്കറിയാം റെയിലിൻ്റെ സർഫസ് സ്മൂത്തും സ്ട്രെയിറ്റും ആവണം ജനറലി അല്ലേ. പക്ഷേ ചില സ്ഥലങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ റെയിലിൻ്റെ ഹെഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ കൊറഗേറ്റഡ് ആയിരിക്കും, സ്മൂത്തിന് പകരം കൊറഗേറ്റഡ് ആയിരിക്കും. അങ്ങനെ കൊറഗേറ്റഡ് ആയിട്ടുള്ള റെയിലിൻ്റെ പുറത്തുകൂടി നമ്മുടെ എൻജിൻ പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ലോക്കോമോട്ടീവ് പോകുമ്പോഴത്തേക്ക് ഒരു റോറിംഗ് സൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് അത് വളരെ അൺപ്ലസൻ്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ റോറിംഗ് റെയിൽസ് എന്ന് പറയും. കൂടുതലും സ്റ്റേഷൻ അടുത്തൊക്കെ വരുന്ന സ്ഥലത്താണ് ഇത് കൂടുതലായും കേട്ട് വരുന്നത്. അപ്പോൾ കൊറഗേറ്റഡ് ഓർ റോറിംഗ് റെയിൽസ് അതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നിട്ട് നോട്ടിഫിക്കേഷൻസ് ഓൾ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പം നമ്മൾ എല്ലാ സബ്ജക്ട്സും സെപ്റ്റംബർ 24 എക്സാമിന് മുന്നേ തന്നെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റെയിൽവേ എഞ്ചിനീയറിംഗിൻ്റെ ആദ്യത്തെ വീഡിയോ ലെക്ചറാണിത്. ഇതുകൊണ്ട് റെയിൽസ് കംപ്ലീറ്റ് അല്ല, ഇനി ബാക്കി റെയിൽസിൻ്റെ പോർഷൻ അടുത്ത വീഡിയോയിൽ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.